അപ്പോൾ ഹലോ ഗൈസ്, സുഖല്ലേ? അപ്പോൾ അതാ രാവിലെ നീച്ചു പല്ല് തേച്ചു ഒന്ന് നടക്കാനൊക്കെ പോകാൻ വിചാരിച്ചു. അതായത് വളപ്പുകൂടി മുറ്റത്തൊക്കെ ഒന്ന് നടന്നു വന്നു. എന്നിട്ട് നമ്മൾ പോയിട്ട് ഇനി നമ്മൾ കുളിക്കാൻ പോയിട്ട് ഗൈസ്, കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് ചെയ്യണം. അതാ കുളിച്ച് വന്നു. ഇതാ ഇനി ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഫുഡിൽ നിന്ന് റവ ഉപ്മാവും പഴമാണ് കേട്ടോ. റവ ഉപ്മാവ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ് കേട്ടോ. റവ ഉപ്മാവും പഴം നല്ല ടേസ്റ്റാണ്. അപ്പോൾ റവ ഉപ്മാവും മൈസൂരിപ്പഴമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫുഡ് റവ ഉപ്മാവും മൈസൂരിപ്പഴമാണ്. ഇന്നത്തെ മെയിനായിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത് ചിക്കൻ ഇതാ അവിടെ മസാലയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. റെസിപ്പി ഒന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അത് ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതാ നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നെയ്യ്, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് അരി ആ ഒരു വെള്ളത്തിലോട്ടിട്ട് കേട്ടോ. ആ വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അരി മൊത്തം ഇട്ട് കൊടുത്തിട്ട് മൊത്തം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരം അരി വേവാനായിട്ട് വെക്കണം കേട്ടോ. ഫുൾ നല്ല വേവാവരുത് കേട്ടോ. അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെന്തുകൊണ്ടിരിക്കുകയാണ് അരി. ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞു ഇനി നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കണം കേട്ടോ. അതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല. ഉള്ളി, പുതിനയില, മല്ലിച്ചപ്പ്, തക്കാളി അങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ബിരിയാണി മസാല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിക്കണം കേട്ടോ. ഓക്കെ, നന്നായിട്ട് ഇളക്കി വേവിച്ചിട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കിക്കണം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇളക്കി മറിക്കണം ഗൈസ്. ഇളക്കി മറിച്ച് നമുക്ക് കഴിയണം. ഓക്കെ, ഇപ്പം നമ്മളിനി ഇത് ഇളക്കാൻ പോവാണ് ഗൈസ്. ഇളക്കാൻ പോവാണ്. നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇളക്കിയിട്ട് നമുക്ക് എന്തായാലും പോയി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് ബിരിയാണി കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഗുഡ്